വളയനാട് ക്ഷേത്രോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിനു ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വളയനാട് ക്ഷേത്രോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റിനു ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ മാംസം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നത് വരെ, എങ്ങനെ തപസ്സിൽ ലയിച്ച് മിണ്ടാൻ പറ്റുന്ന അവസ്ഥ എത്തുന്നത് വരെ ഞാൻ എൻ്റെ പ്രസാദമായിട്ട് നിങ്ങളിത് ഭുജിച്ചോളൂ, നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് ഞാൻ അടുപ്പിച്ചു തരാമെന്നാണ് ഈ അമ്മയുടെ നിസ്സീമ കാരുണ്യം. ഇത് കേരളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ക്ഷേത്രവും കാവും ചേർന്ന സങ്കല്പമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ അമ്മ ഈ ക്ഷേത്രത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണം. കാരണം എന്താണ്? അടിയാളരുടെ നേദ്യം, ബ്രാഹ്മണരുടെ നിഷ്ഠ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് രണ്ടും ഒത്തുചേർന്ന ഒരു സമുച്ചയമാണ് ഈ ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം. ഇത് മനസ്സിലാക്കാതെ ദിവസവും രാവിലെ വളയനാട് ദേവിയെ കാണാൻ പോയിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ കേശവൻ മൂസത്ത് അധ്യക്ഷത വഹിച്ചു. ഇനി 8 നാൾ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ചടങ്ങിൽ സാമൂതിരി രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ടി.ആർ. രാമവർമ്മ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞിനാരായണൻ മൂസത്ത്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് പി.കെ. കൃഷ്ണകുമാർ, കോർപ്പറേഷൻ കൗൺസിലർ എം.സി. അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി നിരഞ്ജന അനൂപ് നിർവഹിച്ചു. ഉദ്ഘാടന ശേഷം കോഴിക്കോട് കരാളിക കലാക്ഷേത്രം അവതരിപ്പിച്ച പുണ്യപുരാണ നാടകം രണകാർഗളം അരങ്ങേറി. 26-ന് പള്ളിവേട്ടയും 27-ന് ആറാട്ടും 28-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തളിക്ഷേത്രത്തിലേക്കുള്ള നാടകം എഴുന്നള്ളിപ്പോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. ACV ന്യൂസ് കോഴിക്കോട്.